അമ്മാവ ഇത് ഇത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. അല്ല, എന്നാലും ഇങ്ങനൊരു റിസ്ക് ആയിട്ടുള്ള കാര്യത്തിന് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുമ്പോ അമ്മാവ ഞാനില്ലേ അമ്മാവന്റെ കൂടെ. അതാടാ എന്റെ പേടി. അതെ, നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്താലേ ഇത് കാര്യം നേടാൻ പറ്റൂ. 1-2 രൂപയല്ലേ, 2 കോടി രൂപയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാണ് അമ്മാവ. അല്ല, വന്നു കഴിഞ്ഞാലല്ലേ അകത്ത് പോണ കേസാണേ. കനകനും കൂടി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം. കനകനും കൂടി വരുമ്പോൾ ഇത് പിന്നെ ഷെയർ 3 ആവൂലേ അമ്മാവ? എടാ, കനകൻ പുറത്തുള്ള ആളൊന്നല്ലല്ലോ, അവനും കൂടി നേരായിക്കോട്ടെ. അവനാ ചിന്തയൊന്നും ഇല്ലല്ലോ. കനകനും കൂടി ചേരാൻ പറ്റുമെങ്കിൽ ഒരു ധൈര്യം നമുക്ക്. പിന്നെ എന്നാ പിന്നെ ഇനി അമ്മാവിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ കനകനും കൂടെ കൂടിക്കോട്ടെ. നീ കൊണ്ടുവന്ന ബിസിനസ്സാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കനക ഇതിൽ പങ്കെടുക്കില്ല. വേണ്ടെങ്കിൽ വേണ്ടമ്മാ. അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനിയിപ്പോൾ അവനെ ഈ വഴിക്ക് കൊണ്ടുവരാനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ഫാസിലിനും കൂടി ഉൾപ്പെടുത്തിയാലോ? അമ്മാവ് ഇതെന്തോന്ന് ഈ ചെറിയൊരു തുകയെ ഇനി 4 ആയിട്ട് പിച്ച് ചീന്താനാണോ പറയണത്? എടാ, ഇത് റിസ്ക്കായ പരിപാടിയാ. ഒരു കൂട്ടായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ വക പരിപാടി നടക്കില്ല. അതിനിപ്പം ഞാനിപ്പോൾ വിചാരിച്ചു 1 കോടി എനിക്ക് 1 കോടി അമ്മാവനും എടുക്കാം. എടാ, ഫാസിലിന് കാശ് കിട്ടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ കനകൻ ഇതിൽ ചേരണമെങ്കിൽ ഫാസിലിനെ ആദ്യം ചേർക്കണം. ഫാസിൽ പറഞ്ഞാൽ കനകൻ കേൾക്കും. പിന്നെ ഇപ്പം ഫാസിലും കൂടെ വേണമെന്ന് നിർബന്ധമാണോ? ഫാസിൽ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കനകം വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പം ഫാസിൽ പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ അമ്മാവൻ പറയല്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഫാസിലിനെയും കനകനെയും കൂടി ഉൾപ്പെടുത്തി 4 പേരും കൂടി ആകുമ്പോൾ നമുക്കൊരു ധൈര്യവും പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എളുപ്പമാർഗവും. ആ ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഫാസിലിനെ കാണാം. എന്നാ ഫാസിലിനെ കാണാം. കുടിക്ക് ഒരെണ്ണം മതി. ഇനി വേണോ? പിടി 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 പിടി. എൻ്റെ അമ്മ, ഈ ചായ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട്. പിന്നെ ഒരു ചായ ഉണ്ടാക്കാൻ പെട്ട പാട്. എടാ, നീ ഇങ്ങോട്ട് ഓടി കയറി വന്ന് ജമന്തി ചായ, അമ്മേ ചായ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഞങ്ങൾക്കൊരു പാടുമില്ലല്ലോ. ഓടി കയറി വന്ന് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ വില നിനക്ക് അറിഞ്ഞൂടാ. ഓ, വിലയൊക്കെ അറിയാം അമ്മ. വില അറിയാം. ഇതെന്തോ നാടാ ചായ? ചായ ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? എന്റെ കാലിന്റെ മുട്ടുകൊണ്ട് വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചായ ഇട്ടേനെ. ഓ എന്റെ ദൈവമേ, എന്താ കുഴപ്പം? കുഴപ്പോ? നീ ഒന്ന് കുടിച്ചു നോക്കിയേ. പാല് കരിഞ്ഞു പോയതാ. പാല് കരിഞ്ഞതുവാ. എന്നെ കൊണ്ട് ഒട്ടും വയ്യാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ഇട്ടേനെ. തക്ക സമയത്ത് തന്നെ ജമന്തിയും പരീക്ഷയ്ക്ക് പോയി. അവളെ പരീക്ഷയ്ക്ക് വിടണ്ടായിരുന്നു. അയ്യോ, പരീക്ഷയ്ക്ക് പോവാതെ എങ്ങനെയാടാ? നടക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യേ, തങ്കത്തിനോട് എനിക്കൊരു ചായ ഉണ്ടാക്കി തരാൻ പറ. ഓ, വേറെ പണിയില്ല. ഇനിയിപ്പോൾ ചായക്ക് തങ്കത്തിനടുത്തേക്ക് പോവാണ്. മിണ്ടാണ്ടിരുന്നേ. തൽക്കാലം അത് കുടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് കുടിക്കാൻ. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല. ഞാൻ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ, അല്ലാതെ പറ്റത്തില്ല. അയ്യോ. എന്നാ അമ്മ ഒരു ചായ എനിക്ക് ഉണ്ടായിക്കോ. എടാ, ഞാൻ ചായ ഉണ്ടാക്കുമ്പോ നിനക്ക് തരാതിരിക്കോ? നിന്നെ ഞാൻ പെറ്റുപോയില്ലേ? എടാ, അയ്യോ. എന്താ മൂന്നാളും കൂടെ എങ്ങനെ? ഒന്നുമില്ല. ചേച്ചി എവിടെ? അമ്മ അകത്തുണ്ട്. അമ്മ വിളിക്കല്ലേ. എന്തേ? ജമന്തിയോ? ജമന്തി പരീക്ഷയ്ക്ക് പോയി. നന്നായി. നീണ്ട് വന്ന ഒരു കാര്യം പറയാൻ. ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വക്കാലത്തിന് എന്നെ വിളിക്കണ്ട മാമ, ഞാൻ വരില്ല. പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഒരു സ്ഥലത്തെ കൊണ്ടായിരുന്നല്ലോ. വേറെ കാര്യമൊന്നുമല്ല, വേറൊരു ഗൗരവമുള്ള കാര്യം സംസാരിക്കാൻ. വാ. എന്ത് കാര്യം? വാ പറയട്ടെ. കൊല്ലാനൊന്നുമല്ലടാ. വാ. അതെ കനക, ഫാസില് പറ. ഇല്ല, അമ്മാവൻ എന്റെ മാതിരൊക്കെ അങ്ങോട്ട് പറയുന്നു. എടാ നീ പറഞ്ഞോ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടാൾ കൂടെ നീ പറ എന്ന് പറയാൻ ഇതെന്ത് മരണം അറിയിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. അവള് ഒരു നല്ല കാര്യം പറയാൻ വന്നാലും നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയാന്ന്. ഞങ്ങൾ ലക്ഷങ്ങളുടെ ഒരു ബിസിനസ്സായിട്ട് വന്നതാടാ. അതെ കനക, അമ്മാവനും ക്ലീറ്റസും കൂടി വന്നതേ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഡീല്? അതെ, ഈ നമ്മളൊരു 50,000 രൂപ വെച്ചിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ 2 ദിവസത്തെ തിരിമറി നടത്തിയ 19 ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടും. അതെ, ഈ ക്ലീറ്റസ് ആയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. അതെ,
അമ്മാവ ഞാൻ ആദ്യമേ പറഞ്ഞു യവനുമായിട്ട് ഈ കാര്യം ശരിയാവില്ല. പാലായിൽ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ ആവശ്യത്തിന് കാശിറക്കാൻ ആളുണ്ട് കേട്ടോ. ഉണ്ടായി നിൽക്കുക ഞാൻ പറയാം. ഞാനാണ് അവനെ നിർബന്ധിച്ചിങ്ങോട്ട് കൊടുന്നത്. എടാ നമ്മൾ ആളുമ്പിൽ ഒരു 50,000 ഉറുപ്പ് എടുത്തോന്ന് വെച്ചോ, ഒരു 2 ദിവസം കഴിഞ്ഞാൽ ആളുമ്പിൽ 50 ലക്ഷം വെച്ച് കിട്ടില്ലേ? അന്നേ അതെങ്ങനെ പറയാ. അതെ ഈ നക്ഷത്രാമെന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് നക്ഷത്രാമ അതെ, മേളിലിരിക്കുന്ന നക്ഷത്രം പോലെ നേരെ കണ്ടിട്ടില്ലാത്ത എവിടെടുത്താന്ന് പറഞ്ഞിട്ട് കാര്യം. കാരണം ഇപ്പൊ ഈ നക്ഷത്രാമ, ഇരുതലമൂരി ഇതിനൊക്കെ നല്ല ഡിമാൻഡാണേ. അതെ. അപ്പൊ ഇവന്റെ സുഹൃത്തുണ്ട് നമ്മുടെ ഇവൻ എന്താണ് അവന്റെ പേര്? അൻസാർ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യണ. അവന്റെ കെയർ ഓഫിൽ ഒരു നക്ഷത്രാമയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പത്രം വായിക്കണില്ലേ? അല്ലേ? ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് പത്രത്തിൽ വരുന്നത്. അത് ഇടയ്ക്ക് വായിച്ചു നോക്കിയാൽ മതി, ഇതിലും പോയി കുടുങ്ങൂല. എടാ കനക, ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് പോലീസ് പിടിക്കുമ്പോഴല്ലേ. ഇത് രഹസ്യമായിട്ട് കൊണ്ട് വിറ്റിട്ട് കാശുണ്ടാക്കണ എത്ര പേരുണ്ടെന്നാ നീ വിചാരം? എൻ്റെ അളിയാ, ഇത് വെളിയിലെ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല, കുടുംബത്തിനകത്ത് കുടുംബം നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീയൊന്നും മിണ്ടാതിരിക്കണ്ടോ? അതെ, ഉത്തരേന്ത്യയിലൊക്കെ ഓരോ സേട്ടുമാർ കാശുണ്ടാക്കണം എങ്ങനെയാ? അവരുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇരിക്കല്ലേ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി, പിന്നെ അതേമാതിരി നക്ഷത്രാമ. നമ്മുടെ സുരേന്ദ്രനല്ലേ, സുരേന്ദ്രൻ ഇതുപോലെ ഒരു ബിസിനസ്സിൽ ഇടപെട്ടിട്ട് അവന് 1-2 കോടി രൂപ കിട്ടി. തോമസ് വെള്ളിമൂങ്ങ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭു ഇല്ലേ? അത് ശരി. നിങ്ങളുടെ അമ്മാവിന്റെ അടുത്തുള്ള തോമസ്? അതെ, തോമസ് ഏട്ടന് കൊടുത്തായിരുന്നു അറിയാം. നമ്മളെ ഈ അൻസാറാ കൊടുത്തേക്കണത്. ഞാൻ ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെടില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശരിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചെന്നേ. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു 50,000 ഉറുപ്പ് കൊടുത്തിട്ട് അയാൾക്കാണ് കൊടുക്കുക. ഈ 2 ലക്ഷം ഉറുപ്പ്യ നമ്മൾ അൻസാറിന് കൊടുത്താൽ അയാൾ നമുക്ക് നക്ഷത്രാമയെ തരും. പിന്നെ ഒരു റിസ്ക് ഉണ്ട്. ആരും അറിയാണ്ട് നമ്മൾ 2 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ അവര് പറഞ്ഞ സ്ഥലത്തേക്ക്, എവിടെയാണ് സ്ഥലം? അത് ഒരു ചെറിയ റിസ്ക് അതാണ്. നമ്മളിത് ഗോവയിൽ എത്തിച്ചു കൊടുക്കണം. ഗോവയിൽ അതിന്റെ ആളൊക്കെ ഉണ്ട്. അവര് നമ്മളെ വന്ന് മീറ്റ് ചെയ്തോളും, ഈ സാധനം മേടിച്ചോളും, നമുക്ക് പൈസ ഇങ്ങ് തന്നോളും. ഒറ്റ തിരുമറി കൊണ്ട് ചെയ്താൽ കിട്ടാൻ പോണത് 3 കോടിയാണ്. അതിൽ 1 കോടി നമ്മൾ അല്ലേ അൻസാറിന് കൊടുക്കണം. അൻസാറിന് 1 കോടി കൊടുക്കണം. 1 കോടി കൊടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ. അവന്റെ അല്ലേ ആമാ. നമുക്ക് 2 കോടി കിട്ടും. അത് 50,000 വെച്ച് വീതിച്ചെടുത്തൂടെ? ശരി, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ അമ്മാവ 50,000 രൂപ ഞാൻ എടുത്തു, ഇവനും 50,000 രൂപ എടുത്തു. ഞാൻ 50,000 രൂപ ഇടാം. ഇവൻ എവിടുന്ന് കൊണ്ടുവരും പൈസ? അവനോട് പൈസ അമ്മാവനോ അളിയനോ ആരെങ്കിലും ഇടുമ്പോ ലാഭം കിട്ടണമെങ്കിൽ 50,000 കുറച്ചിട്ട് തന്നാ മതി. അത് വേണ്ട. അമ്മാമനും മരുവനൊക്കെ വീട്ടില് കറക്റ്റായിട്ട് കാശ് തന്നവരെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലേ? ഞാനും പറയണത് വഴിയുണ്ട്. ഇവനെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് നമുക്ക് ആ സുരേഷിനെ ചേർക്കാം. എന്തിന് സുരേഷ്? 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ എടുക്കാലോ? വേണ്ടെന്ന് അമ്മാവൻ അത്ര റിസ്ക് എടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു ബിസിനസ് കൊണ്ടുവന്ന ഒരുത്തനെ തന്നെ ആദ്യമേ ചവിട്ടി താത്തോണം. നീ സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് വല്ല ബിസിനസ്സിൽ തുടങ്ങണം. നീ അതിലാഭം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈ 50 വെച്ച് 50 നിനക്കിടാൻ പറ്റൂ? ഇല്ലല്ലോ. 50 ഞാൻ ഇടും. പിന്നെ ഇവിടെ കുടുംബം ബന്ധമൊന്നുമില്ല. 50 ഇട്ടാൽ നീ ഇതിലൊരു പാർട്ണർ, ഇല്ലെങ്കിൽ നീ ഔട്ട്. എന്തായാലും ആവശ്യം എന്നെ കൂടെ ആയിപ്പോയല്ലോ. 50 ഞാൻ ഇടും. നീ ഇടും? ഞാൻ ഇടും പറഞ്ഞാൽ ശരിയാവില്ലേ? ഇടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഉറപ്പ് കിട്ടണം. ഇപ്പൊ ഉറപ്പിക്കാം. എവിടുന്ന് ഉറപ്പിക്കാൻ പോണ? അവനൊരു ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ. ജീവിക്കാൻ പറ്റും കൊണ്ടിട്ടവനെ. കാശുണ്ടാവും എന്റെ അടുത്തൊക്കെ. കാശുണ്ടാവും.